ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഫിലിപ്പി ലേഖന പഠനത്തിൻ്റെ അവസാനത്തെ എപ്പിസോഡിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 10 മുതൽ 23 വരെയുള്ള ഭാഗത്ത് ഹൃദയംഗമായ കൃതജ്ഞതയാണ് അപ്പോസ്തലൻ അർപ്പിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ്റെ കഷ്ടതകളുടെ സമയത്ത് ഫിലിപ്പിയിലെ സഭ, പ്രത്യേകിച്ച് റോമിലെ കാരാഗ്രഹവാസക്കാലത്ത് അവരുടെ ദൂതനായിരുന്ന എപ്പഫ്രോദിത്തോസ് മുഖാന്തരം കൊടുത്തുവിട്ട ധനസഹായത്തിന് നന്ദി പറയുകയാണിവിടെ. പൗലോസിനെ അവർ കൊടുത്തുവിട്ട സഹായം സ്വീകരിച്ച് അവരുടെ നല്ല മനസ്സിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷേ പൗലോസ് കൂടുതലായി എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഏതവസ്ഥയിലും അതിനെ നേരിടുവാനുള്ള ശക്തിയും പ്രാപ്തിയും തനിക്കുണ്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുമ്പോൾ, അത് ക്രിസ്തുവിൻ്റെ ശക്തി തന്നിൽ വ്യാപരിക്കുന്നതിനാലാണ് എല്ലാ അവസ്ഥയും തരണം ചെയ്യുവാൻ തനിക്ക് കഴിയുന്നതെന്ന് അപ്പോസ്തലൻ അവരെ ബോധ്യപ്പെടുത്തുന്നു. ഫിലിപ്പിയരുടെ വിശ്വസ്തതയും ക്രിസ്തീയ സ്നേഹവും അവർ കൊടുത്ത സഹായങ്ങളുടെ പ്രകടനമാകുന്നുവെന്ന് പൗലോസ് അംഗീകരിക്കുന്നതാണ് ഏറ്റവും വലിയ നന്ദി പ്രകടനം. എന്നാൽ പൗലോസിന് ആവശ്യമായിരുന്ന കാലഘട്ടത്തിലാണ് അവരുടെ സഹായം കിട്ടിയതെന്ന സത്യം നിഷേധിക്കുന്നില്ല. ഒന്നാമതായി, പൗലോസിനെ പറ്റി ഫിലിപ്പിയർക്കുള്ള ചിന്ത എന്തെന്ന് നോക്കാം. അവരുടെ സഹായം ഇതാദ്യത്തേതല്ല. പല പ്രാവശ്യവും മുമ്പ് അവർ സഹായം പൗലോസിന് കൊടുത്തിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ അവർക്കുണ്ടായിരുന്ന മനോഭാവത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അവസാനം എപ്പഫ്രോദിത്തോസിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട ധനസഹായത്തെ കണക്കാക്കുന്നത്. മക്കദോനിയയിലെ സുവിശേഷ ഘോഷണകാലത്ത് പൗലോസിന് അവിടുത്തെ സഭ നൽകിയ സഹായം വളരെ നന്ദിയോട് അപ്പോസ്തല പ്രവൃത്തികൾ 17:4 ഇവിടെയും എടുത്തു പറയുന്നു. പക്ഷേ പൗലോസ് അവരുടെ കാരുണ്യം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പ്രത്യുത അവർ പൗലോസിന് ദാനം അയച്ചു കൊടുക്കുന്നത് കൊണ്ട് അത് ലഭിക്കുമ്പോൾ പൗലോസ് അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി കൂടുതലായി പ്രാർത്ഥിക്കുവാൻ കാരണമായി തീരുകയും ചെയ്യുന്നു. ഇങ്ങനെ അവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുവാനുള്ള മുഖാന്തരമായി അവ തീരുന്നതിനാലാണ് പൗലോസ് സന്തോഷിക്കുന്നത്. ആകയാൽ ദാനത്തെ അതിൽ തന്നെ ഒരു ദാനമായിട്ടല്ല, പ്രത്യുത അതുമൂലം അനുഗ്രഹത്തിന് കാരണമാകുന്ന ഒരു പ്രവൃത്തിയായി പൗലോസ് അർത്ഥമാക്കുന്നു. അതവർക്കും പൗലോസിനും മറ്റുള്ളവർക്കും അവരുടെ നല്ല മനസ്സാക്ഷിയുടെയും ദൈവഭക്തിയുടെയും സുഗന്ധം പരത്തുന്ന വഴിപാടായി തീർന്നു എന്നത് പൗലോസിൻ്റെ അതിയായ തൃപ്തിക്ക് കാരണമായി. രണ്ടാമത്തെ ചിന്ത ഫിലിപ്പിയരുടെ സേവന പാരമ്പര്യമാണ്. പൗലോസിൻ്റെ ഈ നന്ദി പ്രകടനം വളരെ അനുകരണീയമാണ്. വ്യക്തിപരമായ സ്വാതന്ത്ര്യവും സ്വയം ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഫിലിപ്പിയർക്ക് തന്നോടുള്ള സ്നേഹവായ്പിനെയും കരുതലിനെയും അദ്ദേഹം അംഗീകരിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. പൗലോസ് റോമിലെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് അവർ നൽകിയ സാമ്പത്തിക സഹായം മാത്രമല്ല, ക്രിസ്തീയ സ്നേഹവും സഹതാപ ശുശ്രൂഷയും കാണിച്ചു. ഫിലിപ്പിയരുടെ ഇടയിൽ തൻ്റെ അപ്പോസ്തോലിക ശുശ്രൂഷ വ്യർത്ഥമായില്ല എന്നതിൻ്റെ ഉത്തമ തെളിവായി അദ്ദേഹം അതിനെ കണക്കാക്കി. ഇതൊരു ഹൃദയംഗമായ ദൈവസ്തുതിയോടെയാണ് അപ്പോസ്തലൻ അവസാനിപ്പിച്ചത്. ഈ ഭാഗത്തു നിന്നും ലഭിക്കുന്ന പ്രധാന സന്ദേശം, അതിലൊന്നാമത്തേത്, ക്രിസ്തുവിൻ്റെ ശക്തി തന്നിൽ വ്യാപരിക്കുന്നതിനാലാണ് എല്ലാ അവസ്ഥയും തരണം ചെയ്യുവാൻ തനിക്ക് കഴിയുന്നതെന്ന് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നു. 2, കൃതജ്ഞതയുടെ പ്രാധാന്യം സ്തുതിപ്പിലും സ്തോത്രത്തിലും അടങ്ങിയിരിക്കുന്നു. 3, 13-ാം വാക്യത്തിലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നത് ദൈവകൃപയിലുള്ള ആശ്രയമാണ്. 4, ക്രിസ്തുവേശുവുമായുള്ള ബന്ധം അഥവാ അവൻ്റെ ശരീരമായ സഭയിലുള്ള സംയോജനമാണല്ലോ ഏതൊരുവനെയും വിശുദ്ധനാക്കുന്നത്. അവൻ്റെ ജീവിതം ഒരു വിശുദ്ധ മേഖലയിലേക്ക്, അതായത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് മാറ്റപ്പെടുകയും അവൻ അപ്രകാരം ദൈവത്തിനും വേർതിരിക്കപ്പെട്ടവനായി ക്രിസ്തുവേശുവിൽ വിശുദ്ധനായി തീരുകയും ചെയ്യുന്നു. 5, ഫിലിപ്പിയിലെ സഭാംഗങ്ങളായ ഓരോ വിശുദ്ധനെയും ലേഖനം വായിച്ച്
വന്ദനം ചെയ്യുവാൻ അവിടുത്തെ സഭാ നായകന്മാരെയാണ് 11-ാം വാക്യത്തിൽ കൂടി അപ്പോസ്തലൻ ചുമതലപ്പെടുത്തിയത്. 6, പൗലോസിൻ്റെ റോമിലെ കാരാഗ്രഹവാസക്കാലത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് തന്നെ സുവിശേഷത്തിൽ സഹായിച്ചു കൊണ്ടിരുന്ന തീമോത്തിയോസ് ഉൾപ്പെടെയുള്ള സുവിശേഷകരും ഫിലിപ്പിയരെ അഭിവാദനം ചെയ്യുന്നതായി ഇവിടെ പറയുന്നു. സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ബഹിർസ്ഫുരണമാണിത്. 7, റോമിലെ സഭാംഗങ്ങളായ വിശുദ്ധന്മാരെല്ലാവരും, പ്രത്യേകിച്ച് കൈസരുടെ അരമനയിലുള്ളവരിൽ ക്രിസ്ത്യാനികളായി തീർന്നിട്ടുള്ളവരും അഭിവാദനം ചെയ്യുന്ന പൗലോസിൻ്റെ വിശാല മനസ്കതയും അംഗീകരണത്തെയും വെളിവാക്കുന്നു. 8, പൗലോസിൻ്റെ സാധാരണ ആശീർവാദമാണിവിടെയും. ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാവിനെക്കുറിച്ച് പറയുന്നു. ആത്മാവിനെ എന്നത് പരിശുദ്ധാത്മാവിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ തടവിലാക്കപ്പെട്ടപ്പോൾ കൈസരുടെ അരമനയിൽ ഉള്ളവർ ക്രിസ്ത്യാനികളായി തീരുവാനിടയായി. അതാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ്റെ മൂല്യം. പ്രസംഗത്തിലൂടെ മാത്രമല്ല, സ്വന്തം ജീവിതം തന്നെ അദ്ദേഹം മറ്റുള്ളവർക്ക് മാതൃകയാക്കി. അങ്ങനെ ക്രിസ്തുവിൻ്റെ അംബാസിഡറായി. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിത മാതൃക നമ്മുടെ ആത്മീയ ജീവിത പാതയിലും വെളിച്ചം പകരട്ടെ. ഏതാണ്ട് 55 എപ്പിസോഡുകൾ നീണ്ടുനിന്ന ഫിലിപ്പിയ ലേഖനത്തിൻ്റെ പഠനം ഈ എപ്പിസോഡ് കൊണ്ട് അവസാനിക്കുകയാണ്. അടുത്ത കൊലോസ്യ ലേഖനത്തിൻ്റെ പഠനത്തിനായി നാം ഒരുങ്ങുമ്പോൾ ആത്മീയ ശുശ്രൂഷയ്ക്ക് കൃപയും ശക്തിയും ലഭിക്കുവാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികളോടും സഭയോടും പ്രാർത്ഥന ആവശ്യപ്പെട്ടതുപോലെ മറ്റുള്ളവരുടെ പ്രാർത്ഥന കൊണ്ട് ആത്മീയ പ്രവർത്തികൾക്ക് വിജയമുണ്ടാകൂ എന്ന സത്യത്തിൻ്റെ ബോധ്യത്തിൽ ബലഹീനനായ ഞാനും ക്രിസ്തുവിൽ എൻ്റെ സഹോദരങ്ങളായ നിങ്ങളുടെ ഏവരുടെയും ആത്മാർത്ഥമായ നിരന്തരമായ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നമ്മുടെ ഏവരുടെയും ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ.